ഉണ്ട് സുഹൃത്തെ. ഒന്നാമത് താങ്കളിവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, എന്റെ ചോദ്യം എന്തായിരുന്നു, ലൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്തായിരിക്കുന്ന തെയോഫിലോസിന് എഴുതിയ ലെറ്റർ ദൈവവചനമാണെന്നും സുവിശേഷമാണെന്നും നിങ്ങളോട് ആര് പറഞ്ഞു? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്കൾ അതിന് മറുപടി തന്നില്ല. ആരാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ദൈവവചനമാണെന്ന്? ആരും പറഞ്ഞില്ല. താങ്കൾ അതിന് മറുപടിയും തന്നില്ല. രണ്ടാമത് താങ്കൾ പറഞ്ഞു ലൂക്ക ശിഷ്യനായിരുന്നു, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു പറഞ്ഞു. 12 ശിഷ്യന്മാരിൽ ഒരുവനാണോ, അതോ ഈ 72 പേരെ അയക്കപ്പെടുന്ന 72 പേരിൽ ഒരുവനായിരുന്നോ? അതിന്റെ തെളിവെന്ന് വെക്കണം. ലൂക്ക യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ നേരിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച സ്ഥിതിക്ക് ഈ ലൂക്ക യേശുക്രിസ്തുവിന്റെ ഡയറക്റ്റ് ശിഷ്യനായിരുന്നുള്ളതിന്റെ തെളിവ് താങ്കൾ സോളാ ബ്രെയിൻ എന്നാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പൊ സോളാ സ്ക്രിപ്ചറിനകത്ത് താങ്കൾ ഒന്ന് കാണിക്കണം. 2, മൂന്നാമത്തെ കാര്യം താങ്കൾ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവർ അവർക്കറിയാമായിരുന്നു ഈ എഴുതിയിരിക്കുന്ന എഴുത്തുകളെല്ലാം ശരിയാണ്. ശരി, താങ്കളുടെ തൽക്കാലത്തേക്ക് താങ്കളുടെ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നു. അന്നത്തെ കാലത്ത് 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന വ്യക്തികൾക്കറിയാം ഈ എഴുതിയിരിക്കുന്ന ലെറ്ററുകളെല്ലാം ശരിയാണെന്ന് അവർക്കറിയാം. അപ്പോഴും ചോദ്യം അവിടെ തീരുന്നില്ല. ഈ 27 പുസ്തകങ്ങളാണ് ബൈബിൾ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ഇതാണ് ചോദ്യം. അന്ന് ഒത്തിരി പുസ്തകങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒരുപാട് പേര് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ലൂക്ക ഇതിനകത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. എന്ന് മാത്രവുമല്ല, ആ കാലഘട്ടങ്ങളിൽ ഇപ്പൊ ഈ 4 സുവിശേഷമാണ് മതി എന്ന് ആര് തീരുമാനിച്ചു? അതും ലൂക്ക, യേശുവിന്റെ ഡയറക്റ്റ് ശിഷ്യൻ പോലും ആയിരുന്നില്ല. ഈ ലൂക്കായും മർക്കോസും, അതുപോലെ മർക്കോസും ശിഷ്യനായിരുന്നില്ല. മർക്കോസും യോഹന്നാനും മത്തായും ഒക്കെ എഴുതിയ 4 സുവിശേഷം ബൈബിളിൽ മതി എന്ന് ആര് തീരുമാനിച്ചു? എന്ന് മാത്രമല്ല, ലൗദിക്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലെറ്റർ ബൈബിളിൽ വേണ്ട, പൗലോസിന്റെ ഇന്ന ലേഖനങ്ങൾ മാത്രം മതി എന്ന് ആര് തീരുമാനിച്ചു? ഇതല്ലേ നമുക്കറിയേണ്ടത്. അന്ന് അവിടെ ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ വ്യക്തമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു. എന്ത് ബോധ്യം ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഈ എഴുതിയിരിക്കുന്നത്? അങ്ങനെ അടുത്ത പ്രശ്നമുണ്ട് സുഹൃത്തെ. ഇന്ന് ലഭ്യമായിരിക്കുന്ന കയ്യെഴുത്ത് പ്രതികളില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അതിന്റെ കയ്യെഴുത്ത് പ്രതികൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രതികളില് 3-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്ന കയ്യെഴുത്ത് പ്രതിയുടെ കോപ്പിയെ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളൂ. അപ്പൊ ഒരു ചോദ്യം, ഈ 1-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിലുള്ള അതേ കാര്യങ്ങളാണ് ഈ 3-ാം നൂറ്റാണ്ടിലുള്ള കയ്യെഴുത്ത് പ്രതിയിൽ ഉള്ളത് എന്ന് താങ്കൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? എങ്ങനെ തെളിയിക്കാൻ പറ്റും? 3-ാം നൂറ്റാണ്ടിലുള്ള കയ്യെഴുത്ത് പ്രതി വെച്ചിട്ട് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതേ സാധനം തന്നെയാണ് 3-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതി. താങ്കൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അതിനുള്ള സോഴ്സ് വരാൻ താങ്കളുടെ കയ്യിലുണ്ടോ? അപ്പൊ ഇത്തരം ആധികാരികമായ കാര്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി തരേണ്ടത്. അല്ല ചുമ്മാ നമുക്ക് എന്തെങ്കിലും കുറെ പ്രസംഗം പോലെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കുറെ വാക്കുകളിട്ട് അമ്മാനമാടിയിട്ട് കാര്യമില്ല. മറിച്ച് ബൈജു ആദ്യം ചെയ്യേണ്ടത്, ബൈജു കോശി ആദ്യം ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമുക്ക് 1 by 1 ആയിട്ട് പോവാം. ഒന്ന്, ഈ ലൂക്ക എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്തിന് എഴുതിയിരിക്കുന്ന ലെറ്റർ ദൈവവചനമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ജയ്സ്, നമുക്ക് ഓരോ ഇപ്പൊ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് മറന്നു വിട്ടുപോകിച്ച്. ഇവിടെ ഇപ്പൊ ശിഷ്യനാണോ എന്ന് ചോദിച്ചു. ജയ്സ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണോ അല്ലയോ? സുഹൃത്തെ, ഈ ശിഷ്യനാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഒരു മിനിറ്റ്. ഞാൻ അല്ല, ശിഷ്യൻ എന്ന് പറയാനുള്ള കാരണം എനിക്ക് സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരാണ്. എനിക്ക് ശിഷ്യൻ എന്ന് പറയുന്നതിനെക്കാട്ടിയും ഞാൻ യേശുക്രിസ്തുവിന്റെ സഹോദരനാണെന്ന് പറയാൻ എനിക്ക് ഏറ്റവും അതിനെക്കാട്ടി ഇഷ്ടം. ഓക്കെ, ആയിക്കോട്ടെ. യേശു ക്രിസ്തുവിന്റെ സഹോദരനായിരുന്നു ലൂക്കോസ്. ആ സഹോദരൻ എഴുതിയ പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം. നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളും എഴുതിയതെല്ലാം എടുക്കേണ്ടി വരുമല്ലോ. എന്റെ ചോദ്യം, യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് 12 ശിഷ്യന്മാരും പിന്നെ 72 പേരെ, മൊത്തത്തിൽ 72 പേരെ അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. താങ്കൾ പറഞ്ഞു യേശുക്രിസ്തു, അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ക്രിസ്ത്യാനികളെല്ലാം യേശുക്രിസ്തു ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എഴുതുന്നതെല്ലാം താങ്കൾ ദൈവവചനമായിട്ട് കൊണ്ടു നടക്കുമോ? ചുമ്മാ അത്തരം ബാലിശമായ വാദങ്ങളല്ലല്ലോ എന്റെ ചോദ്യം. താങ്കൾ ഇവിടെ വെച്ചിരുന്ന വാദം എന്താണ്? യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ്. ഈ കേൾക്കുന്നവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ് ലൂക്ക എന്ന് താങ്കൾ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരുള്ള ഒരു വ്യക്തിയായിരുന്നു, അതോ ഈ 72 അയക്കപ്പെടുന്ന 72 പേരുണ്ട് അതിലൊരാളായിരുന്നു ലൂക്ക? താങ്കൾക്ക് അതിന് തെളിവല്ലോ ഉണ്ടോ? ഇവിടെ ജയ്സൺ, ഞാനിവിടെ ശിഷ്യൻ എന്ന് പറയാനുള്ള കാരണം അന്ന് സഭയിലെ ഒരു മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ലൂക്കോസ് എന്നുള്ളത്. അതുകൊണ്ടാണ് തെയോഫീലോസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പറഞ്ഞേൽക്കും ജീവിച്ചിരിക്കുന്ന മറിയത്തിനോടും യേശുക്രിസ്തുവിന്റെ അല്ലെന്നേ, അതല്ല, യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരുടെ പേരിനകത്ത് ലൂക്കോസിന്റെ പേര് എഴുതിയിട്ടുണ്ടോ? ഇല്ല. 72 പേരിൽ ഒരാൾ ലൂക്കാണെന്ന് എവിടെയും തെളിവല്ലോ ഉണ്ടോ?
വേണ്ട ആവണ്ടെന്നേ, ഇല്ല. പുറത്തുള്ള ഒരാളെ, ഇത് രണ്ടിനും ശരി, പുറത്താണെങ്കിൽ എന്താ പ്രശ്നം എന്നാ യേശുക്രിസ്തു ചോദിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണോ ലൂക്ക സഭയിലേക്ക് വരുന്നത്, അതോ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോ തന്നെ ഈ ക്രിസ്തു ശിഷ്യനായിരുന്നോ ലൂക്ക? യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആള് ക്രിസ്തു ശിഷ്യനായിരുന്നു. അതിന്റെ തെളിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അല്ലെങ്കിൽ തെളിവും തരാമോ? ആ അതിന്റെ തെളിവും കുടുംബത്തിൽപ്പെട്ട തരാം ഒരാളായിരുന്നു. അതിന്റെ തെളിവും തരാമോ? പറയുന്ന തെളിവിന്റെ അതിന്റെ ഞാൻ ഇവിടെ ഇപ്പൊ ഈ ലൂക്കോസിന്റെ ചരിത്രം അല്ലല്ലോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ലൂക്കോയുടെ വംശപാരമ്പര്യം അല്ലേ എടുക്കാൻ ലൂക്കോയുടെ ഉദ്ദേശിക്കുന്നത്. ചരിത്രം ഞാൻ പ്രധാനമാണ്. പറഞ്ഞു കേൾക്കൂ. കാരണം സുഹൃത്തെ ഒരു മിനിറ്റ്, ലൂക്കയുടെ വിവരണം കറക്റ്റ് ആയിരിക്കണം. കാരണം ഇത് നമ്മൾ സുവിശേഷമാണെന്നും ദൈവവചനമാണെന്നും താങ്കൾ സോളാ ബ്രെയിൻ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ സോളാ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞൊരു വിശ്വാസവും ഫെയ്ത്തും നിലനിൽപ്പുണ്ട്. അപ്പൊ സോളാ സ്ക്രിപ്ചർ എന്ന് കൊണ്ട് നടക്കുമ്പോൾ ഈ ലൂക്ക എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന ലെറ്റർ ഈ സ്ക്രിപ്ചറിനകത്തുള്ളതാ, സോളാ സ്ക്രിപ്ചറിനകത്തുള്ളതാ, സ്ക്രിപ്ചർ എലോൺ. അപ്പൊ സോളാ സ്ക്രിപ്ചറിനകത്ത് ലൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ എങ്ങനെ വരും? അതാ ഞാൻ ചോദിച്ചത്. അദ്ദേഹം ലൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് യേശുവിന്റെ ശിഷ്യനായിരുന്നു. താങ്കൾ പറഞ്ഞാണ്. എനിക്കതിനെ തെളിവ് വെച്ചേരെ, തെളിവ് തന്നോളൂ. നമുക്ക് സ്ക്രിപ്ചറിൽ നിന്ന് തെളിവ് വേണം സുഹൃത്തെ, അല്ലാതെ ഓക്കെ, ചുമ്മാ സോളാ ബ്രെയിനും സോളാ സ്ക്രിപ്ചർ എന്നും ഇനി പറഞ്ഞ് കൊണ്ടാകുന്ന കാര്യമില്ല. തടസ്സപ്പെടുത്താതെ ഞാൻ പറഞ്ഞു കേൾക്കും. ഇപ്പൊ ലൂക്കോസ് ഇപ്പൊ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം ശിഷ്യനായ ഒരാളാണെങ്കിലും ജീവിച്ചിരിക്കുന്നതിന് മുൻപുള്ള ഒരു ശിഷ്യനാണെങ്കിലും ഇവിടെ എനിക്ക് അതിനകത്തുള്ള എന്റെ തർക്കം എന്നാണ്, നമ്മളിവിടെ ആളിന്റെ വംശാവലിയല്ല നമ്മളിവിടെ തിരയുന്നത്. ഇനി എന്തുകൊണ്ട് ജെയ്സൺ ചോദിക്കുന്നത്, അതിനുള്ള തെളിവ് ഇപ്പൊ വെക്കാൻ എന്റെ ഇല്ല. ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, യേശു ക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമോ അതിനുശേഷം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന ഒരു വ്യക്തിയോ ആകാം. പക്ഷെ ഇത് എഴുതുന്ന സമയത്ത് ഒരു അടിയുറച്ച ഒരു ശിഷ്യനായിരുന്നു ലൂക്കോസ്. അതിന് യാതൊരു തർക്കവുമില്ല. അത് ആളിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോ ആൾക്ക് യേശുക്രിസ്തുവിന്റെ അമ്മയെ കുറിച്ച് അറിയാം, ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് ആരെയൊക്കെയാണ് പോയി കാണേണ്ടതെന്ന് അറിയാം, ആ കാലത്ത് ആര് ഭരിച്ചിരുന്നു എന്നറിയാം. വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം ഒരു ചരിത്രം, ഇന്നത്തെ കാലത്ത് ഒരു ചരിത്രകാരൻ ചരിത്രം എഴുതുന്ന അതേ രീതി തന്നെ അദ്ദേഹം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആര് ഇന്നയാൾ ഇന്ന നാട് ഭരിക്കുമ്പോൾ, മറ്റേയാള് യഹൂദിയ ഭരിക്കുമ്പോൾ, ഇന്നയാള് കൈസറായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എഴുതുന്നത്. അപ്പൊ അതിനകത്ത് വ്യക്തമായ അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് എന്റെ വിചാരം. അയാൾക്ക് സഭയില് അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരു വ്യക്തി തന്നെയായിരുന്നു, അടിയുറച്ച ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം. അത് അതുകൊണ്ട് വളരെ വ്യക്തമായി എഴുതാൻ തന്നെ തീരുമാനിച്ചു. അത് ആദ്യം അഡ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വംശപാരമ്പര്യം തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരാം. അല്ലെങ്കിൽ വെറുതെ ഈ ചർച്ച അലമ്പായി, അല്ലെങ്കിൽ വെറുതെ അവിടെ ഇവിടെയൊക്കെ നീണ്ടുപോകത്തേ ഉള്ളൂ. ഇപ്പൊ ജെയ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത് ദൈവവചനമാണോ എന്ന് സോളാ സ്ക്രിപ്ചറോ വെച്ച് എങ്ങനെ തെളിയിക്കാൻ പറ്റും? എടാ, പുസ്തകം എഴുതുന്ന ഒരാള് എങ്ങനെയാണ് അല്ലെങ്കിൽ അയാളെ കുറിച്ചുള്ള പരാമർശം മുമ്പേ എഴുതി വെക്കാൻ പറ്റുക? എന്റെ എഴുത്തുകള് ഒരു പുസ്തകത്തിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിന് മുമ്പേ ഞാൻ എഴുതുമെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ബാലിശമാണെന്നാണ് എന്റെ വിചാരം. ഞാൻ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന രീതി സോളാ സ്ക്രിപ്ചറ എടുക്കുന്ന ആളുമല്ല. അപ്പൊ നമ്മൾക്കിവിടെ ഇതിന്റെ ആധികാരികത എന്താണെന്ന് ചോദിക്കുമ്പം, ജീവിച്ചിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ചോദിച്ചറിഞ്ഞ് ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ സഭയിൽ നിലനിന്നിരുന്നു. അതിനെക്കുറിച്ച് അന്ന് ജീവിച്ചിരുന്ന ശിഷ്യന്മാർക്കും അവിടെയുള്ള അപ്പോസ്തലന്മാർക്കും അവിടുത്തെ മൂപ്പന്മാർക്കും ഡീക്കന്മാർക്കും അധ്യക്ഷന്മാർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അത് അടുത്ത തലമുറയ്ക്ക് അവർ കൈമാറ്റം ചെയ്തിരുന്നു. വാമൊഴിയാണേലും ഇതിന്റെ കോപ്പി ആയിട്ടാണേലും അവരത് കൈമാറ്റം ചെയ്തിരുന്നു. അതിനുശേഷം വന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞ ആണെങ്കിൽ പോലും എനിക്ക് വിരോധമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ അതിനൊരു എഫർട്ട് എടുത്ത് നിങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ മാത്രം എഫർട്ട് എടുത്തെന്നോളും തന്നെ കരുതിക്കോളൂ. അല്ലെങ്കിൽ ഈ എഫർട്ട് എടുത്തവരൊക്കെ തന്നെ നിങ്ങളുടെ സഭയുടെ മെമ്പറാണെന്ന് തന്നെ കരുതിക്കോളൂ. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഈ പുസ്തകങ്ങൾ ഒന്നും പുറത്തുനിന്ന്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എനിക്കൊരു കോള് വരുന്നുണ്ടായിരുന്നു. ഞാൻ കേൾക്കുന്നുണ്ട്. ചോദ്യം എന്താണ്? നിങ്ങൾ പറയുന്നു ലൂക്കാടെ വംശപാരമ്പര്യം ഒന്നും അന്വേഷിച്ച് പോണ്ട. ഞാൻ പോയില്ല, നിങ്ങൾ തന്നെയാണ് പോയത്. ഞാൻ ലൂക്കാടെ വംശപാരമ്പര്യം ഒന്നും ഞാനെങ്ങും അന്വേഷിച്ച് പോയില്ല. നിങ്ങളാണ് പറഞ്ഞത് യേശു ശിഷ്യനാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം വരുന്നു, യേശു ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ശിഷ്യത്വത്തിൽ ഉണ്ടായിരുന്നോ, അതോ മറ്റതിന് ശേഷമാണോ ഈ ലൂക്ക ശിഷ്യനായത്? അതിനകത്ത് താങ്കൾ വ്യക്തമായ മറുപടി. പിന്നെ താങ്കൾ പറഞ്ഞു വന്ന പോയതാണ്, അവിടെ ജീവിച്ചിരുന്നവരോടൊക്കെ ലൂക്ക ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഒരു പുസ്തകം എഴുതി. ചേട്ടാ, അതിനകത്തും എനിക്ക് തർക്കമൊന്നും ഇല്ലെന്നേ. അങ്ങനെ ഒത്തിരി ആൾക്കാരോടൊക്കെ ചോദിച്ച് ഒരു ചരിത്രം എഴുതി, ഒരു ഹിസ്റ്ററി എഴുതി, ഒരു വ്യക്തിയുടെ ജീവചരിത്രം എഴുതി. അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല. എഴുതി, അദ്ദേഹം കഴിവ് അദ്ദേഹം എഴുതി. അദ്ദേഹം എഴുതുന്ന ആദ്യം ഒരു കാര്യമാണ്, ഇതിനെ പോലെ ഒത്തിരി പേര് അദ്ദേഹത്തെ പറ്റി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അവരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്.
അത് തെറ്റാണെന്നല്ല പറഞ്ഞത്, മറിച്ച് അന്ന് ദൃക്സാക്ഷികളായിരുന്നവരുടെ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അന്നത്തെ യേശുവിന്റെ കൂടെ നിങ്ങളുടെയും ജീവിച്ചിരുന്നവരുമായ അപ്പോസ്തലന്മാരുടെ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാവരും എഴുതിക്കുന്ന സ്റ്റേറ്റ്മെന്റും അവിടെ ലൂക്ക കൊടുക്കുന്നുണ്ട്. ബാക്കി പുസ്തകങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ലൂക്കായുടെ ഈ എഴുത്ത്, ഒരു വ്യക്തിക്ക് എഴുതിയിരിക്കുന്ന എഴുത്ത് അല്ലെങ്കിൽ ലെറ്റർ ദൈവവചനമാണെന്ന് നിങ്ങൾ ആര് പറഞ്ഞു? ഇതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. താങ്കൾ ഇപ്പോഴും അതിന് മാത്രം മറുപടി പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് ആരാണ് ഈ ലെറ്റർ, തേയാബ്രസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയിരിക്കുന്ന ലെറ്റർ ദൈവവചനമാണെന്ന് ഇവിടെ ആര് പറഞ്ഞു? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ചുമ്മാ ഒത്തിരി കഥകൾ പറഞ്ഞിട്ട് കാര്യം. ജയ്സെ, ഞാനത് 2 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ സഭ എന്നുള്ള രീതിയിലും പരാമർശിച്ചു പറഞ്ഞു, ഇനി ആരാണേലും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. എന്റെ ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ, അവശേഷിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ ആൾക്കാര് പുസ്തകം തന്നു ജയ്സ് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു അപ്പോസ്തലന്മാരുടേതല്ലാത്ത ഒരു പുസ്തകമാണ് ഈ ബൈബിളിൽ, ഇന്ന് നിലനിൽക്കുന്ന ബൈബിളിൽ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് ജയ്സിന് അഭിപ്രായം ഉണ്ടോ? സുഹൃത്തെ, എന്റെ സഭ തന്നതുകൊണ്ടും എന്റെ സഭയെ ആ എന്റെ സഭയ്ക്ക് ക്രിസ്തുവിന്റെ ബന്ധം ഉള്ളതുകൊണ്ടും ജയ്സെ ക്ലിയർ ഇല്ല, ജയ്സെ ക്ലിയർ ഇല്ല, ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഞാൻ വിചാരിച്ചു എന്താ ജയിച്ചോ കേൾക്കുന്നില്ലായിരുന്നു കേട്ടോ. കേൾക്കാവോ? ഓഡിയബിൾ ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ സഭ 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടും എന്റെ സഭ ഈ പുസ്തകം നൽകിയത് കൊണ്ടും എന്റെ സഭ ചരിത്രത്തിലുള്ളത് കൊണ്ടും അവർ നൽകിയിരിക്കുന്ന ഈ പുസ്തകത്തെ എനിക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ ഈ പുസ്തകത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ആ സമയത്ത് ചരിത്രത്തിലില്ല, നിങ്ങൾക്ക് ഈ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾക്ക് ഈ ക്രൈസ്തവ വിശ്വാസമായിട്ട് പോലും, ഈ പറയപ്പെടുന്ന പെന്തക്കോസുകാർക്കാകട്ടെ ബ്രദറൻകാർക്കാകട്ടെ, നിങ്ങൾക്ക് ക്രൈസ്തവ വിശ്വാസമായിട്ട് പോലും യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുക. നിങ്ങൾ പറയുന്ന യേശുവും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുവും രണ്ടും രണ്ടാ. അപ്പൊ ഇതുമായിട്ടെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത നിങ്ങൾ ഈ പുസ്തകം എടുത്തിട്ട് പറയുന്നത് ഇത് ദൈവവചനമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് എന്റെ അടുത്ത് എന്റെ സഭയാ പറഞ്ഞത്. താണ്ടെ ഈ ഞങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതൊക്കെ വേണ്ട, ഞങ്ങൾക്ക് ഈ 4 വ്യക്തികൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞങ്ങൾ സുവിശേഷമായിട്ട് എടുക്കുന്നു, ബാക്കി പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും ഞങ്ങൾ എടുക്കുന്നില്ല, കുറച്ച് ലേഖനങ്ങൾ മാത്രം ഞങ്ങൾ എടുക്കുന്നു, ബാക്കിയൊക്കെ പൗലോസ് ഓറലായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സഭാ പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നമുക്ക് തൽക്കാലം ഈ പുസ്തകത്തിന്റെ കൂടെ കൂട്ടണ്ട, അത് നമുക്ക് അല്ലാതെ പഠിപ്പിക്കാം എന്ന് എന്റെ സഭ എടുത്ത തീരുമാനത്തിനോട് ഞാൻ ചേർന്ന് നിൽക്കുകയാണ്. അവിടെയും എന്റെ സഭയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ സഭയുടെ ആധികാരികത ഉള്ളത് കൊണ്ടാണ് ബൈബിൾ എനിക്ക് ആധികാരികമായിട്ട് വരുന്നത്. എന്റെ സഭ ആധികാരികം ഉള്ളത് കൊണ്ട് മാത്രമാണ് ബൈബിളിന് ആധികാരികം ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബൈബിളിന് ഒരു ആധികാരികം ഇല്ല, അതൊരു പുസ്തകം മാത്രമാണ്. ഇനിയും ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഒരുപാട് പേര് ഈ ബൈബിൾ വായിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെടുന്നതെന്ന്. അതിന്റെ ആധികാരികത എന്റെ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ടും എന്റെ സഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ടും ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ സഭയെ പ്രേരിപ്പിച്ചതും പരിശുദ്ധാത്മാവായതുകൊണ്ടും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആ പുസ്തകത്തിൽ അതുകൊണ്ട് ഉള്ളത് കൊണ്ടും ഈ പുസ്തകം, സഭ നൽകിയിരിക്കുന്ന പുസ്തകം, സഭയിലൂടെ വായിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അതൊരു പുസ്തകം മാത്രമാണ്. കാരണം അങ്ങനെ മാനസാന്തരപ്പെടാനായിരുന്നെങ്കിൽ എല്ലാ നിരീശ്വരവാദികളും ബൈബിൾ വായിച്ചിട്ട് മാനസാന്തരപ്പെട്ടേനെ, എല്ലാ മുസ്ലിങ്ങളും ബൈബിൾ വായിച്ചിട്ട് മാനസാന്തരപ്പെട്ടേനെ, എല്ലാ ഹിന്ദുക്കളും ബൈബിൾ വായിച്ചിട്ട് മാനസാന്തരപ്പെട്ടേനെ. മറിച്ച് ചില വ്യക്തികളിൽ അത് മാനസാന്തരം, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് കുറെ പേര് മാനസാന്തരപ്പെടുന്നു. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിങ്ങൾക്ക് എവിടെ ഈ പുസ്തകം കിട്ടി? എന്റെ സഭയുടെ ആധികാരം ഞാൻ പറഞ്ഞല്ലോ, സത്യത്തിന്റെ തൂണും കോട്ടയും സഭയാണ്, ബൈബിൾ അല്ല. എന്റെ ചോദ്യം, ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു നാടുവാഴിക്ക് എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ ദൈവവചനമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു, അവസാനം സമ്മതിക്കേണ്ടി വന്നു, കത്തോലിക്ക സഭയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അപ്പം സഭയുടെ ഞാൻ ആധികാരികം ഒരു തർക്കത്തിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് തർക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, കത്തോലിക്ക സഭ എന്ന് തന്നു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ